ഐശ്വര്യമായി അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചാനു അച്ഛൻ മനസ്സറിഞ്ഞു തരുന്നതല്ലേ. ഇവിടെ നിന്ന് നിനക്കും നിന്റെ മോനും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ഇനി മോള് ഓർക്കണ്ട. നിനക്ക് നിന്റെ മോനും വിധിച്ചതൊക്കെ കിട്ടും. എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടത് കിട്ടാതെ പോയാൽ അതിന് യോഗമില്ലാത്തതുകൊണ്ടാണെന്ന് ഓർത്തിട്ട് ആശ്വസിക്കാൻ കഴിയണം. നഷ്ടങ്ങളെന്നും വേദന തന്നെ അച്ഛ. എന്ന് കരുതി ജീവിക്കാതിരിക്കാനോ സന്തോഷിക്കാതിരിക്കാനോ ഞാൻ തയ്യാറല്ല. എന്റെ വിച്ചുമോന് വേണ്ടി സന്തോഷത്തോടെ തന്നെ ഞാൻ ജീവിക്കും. അത് മതിയല്ലോ. മോൾക്ക് അച്ഛൻ തന്നിരിക്കുന്ന ഈ സ്വത്ത് നിങ്ങളുടെ അമ്മയുടേതാ. ഇതുപോലെ അമ്മയുടെ പേരിൽ ഇവർക്കെല്ലാവർക്കും അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യാമെന്നാ അച്ഛൻ വിചാരിക്കുന്നത്. എന്താ രഘു, അങ്ങനെ ചെയ്താ പോരെ? മതിയമ്മ. അനുപമയ്ക്ക് എന്തുകൊണ്ട് ഈ വീട് ആവശ്യമായിരുന്നു? ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെ അമ്മ ഇത് ചെയ്ത്. അതെ, അനുചേച്ചി ഇവിടെ സ്ഥിരമായി താമസമാക്കിയ സ്ഥിതിക്ക് അച്ഛന്റെ മക്കളെല്ലാരും ഇനി ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോ ചീരചേച്ചി വിനേട്ടന്റെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. ഇനിയും എന്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ നാളെ തന്നെ വിനേട്ടന്റെ വീട്ടിലേക്ക് മാറും. നിന്റെ മനസ്സ് ഇതുവരെ മാറിയില്ലേ? ഇതേ നിന്നെ കുറിച്ച് ഓർത്താ നമ്മുടെ അച്ഛന് ഏറ്റവും വലിയ സങ്കടം. നിന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ശബരി ഒരുപാട് പിന്നോട്ട് പോയിരിക്കാം. നീ ഏത് നിമിഷം അങ്ങോട്ട് ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിലാവും. വേണമെങ്കിൽ ഞാനും അമ്പിളി നിന്നെ അവിടെ കൊണ്ടുവിടാം. അത് വേണ്ട. ഞാൻ അച്ഛന്റെ കൂടെയല്ലേ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്നെ അച്ഛൻ തന്നെ ശബരേട്ടനെ വീട്ടിൽ കൊണ്ടുവിട്ടാ മതി. സന്തോഷായി മക്കളെ. നിങ്ങളെ 4 പേരെയും ഓർത്ത് അച്ഛനിപ്പോ വലിയ അഭിമാനമുണ്ട്, ആശ്വാസമുണ്ട്.